റിവ്യൂസിന്റെ അതിപ്രസരവുമായി റിവ്യൂ രസം. വെൽക്കം ടു അവർ ചാനൽ. സോ ഗൈസ്, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഹോണ്ട CB300F. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് CB300F അല്ലേ? അപ്പോ ഇത് ഒരു വൺ ഓഫ് ദ അൺറേറ്റഡ് നേക്കഡ് സ്പോർട്സ് ബൈക്ക് ആണ് അല്ലെ? ഇപ്പോഴത്തെ ബൈക്ക് ഇൻഡസ്ട്രിയിൽ അൺറേറ്റഡ് ഇരിക്കുന്ന വൺ ഓഫ് ദ ബൈക്കാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതെ. ഇനി നമുക്കൊരു ചെറിയ ഹിസ്റ്ററി പറയാം അല്ലെ. ബിഗ് വിങ് 2020 നമ്മുടെ ഇവിടെ കേരളത്തിൽ ലോഞ്ച് ചെയ്തത്. ഗുരുഗ്രാം ഹരിയാനയില് 2019 വന്നത്. ബിഗ് വിങ് എന്ന് പറയുന്നത് ബേസിക്കലി അവര് ഹോണ്ടയുടെ ഷോറൂം വേറൊരു എക്സ്ക്ലൂസീവ് ആയിട്ട് തുടങ്ങിയ ഒരു സംഭവമാണ്. പ്രീമിയം ബൈക്സിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു എക്സ്ക്ലൂസീവ്ലി തുടങ്ങിയ ഒരു ഷോറൂമാണ് ബിഗ് വിങ്. ഞാൻ ഒരു ഈസി കമ്പാരിസൺ പറയുകയാണെങ്കിൽ മാരുതി സുസുക്കിയുടെ ഷോറൂമും നെക്സയുടെ ഷോറൂം അങ്ങനത്തെ സെയിം ആയിട്ട് രീതിയിൽ കമ്പയർ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഒരു സാമ്യമുള്ളത് അതാണ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലൈക് ബിഗർ മോഡൽസ്, ഇപ്പം CB350 അങ്ങനത്തെ ഒരു സ്മോളർ മോഡൽസ് അല്ലാതെ ഇപ്പോൾ CBR അങ്ങനത്തെ വലിയ മോഡൽസിന് മാത്രം വേണ്ടിയിട്ടുള്ള കസ്റ്റമേഴ്സിന് മാത്രം വെൽക്കമിങ് അല്ലായിരുന്നു. ഈവൻ അവിടെയാണ് ഒരു ചെറിയ ബൈക്സിന്റെ ഒരു ലെവലിൽ പോയിട്ട് അതിന് വേണ്ടിയിട്ട് അവര് ഹൈനസ് ആണ് ഫസ്റ്റ് ഇറക്കിയത്. അതെ, ബിഗ് വിങ്ങില് ആ ഒരു ബഡ്ജറ്റിന് അവർ വെച്ചു. 2 lakh ഇപ്പോൾ വരുന്നുണ്ട്, എന്നാലും ആ ഒരു റേഞ്ചിൽ ആ പ്രീമിയം അവർ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ കുറെ ഉണ്ടല്ലോ, ട്രാൻസ് ഹെൽപ്പ് അങ്ങനത്തെ കുറെ ബിഗ് മറ്റേ ഗോൾഡ് വിങ് അങ്ങനത്തെ എത്രയോ ബഡ്ജറ്റുള്ള വണ്ടികൾ വരെ അവർ അതിൽ കൊടുക്കുന്നുണ്ട്. സ്റ്റാർട്ടിങ് 2 lakhs തുടങ്ങിയുള്ള ബൈക്കാണ്. അപ്പൊ പറയുകയാണെങ്കിൽ ഈ വണ്ടി എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഇത് ഫുള്ളി ഇന്ത്യൻ മെയ്ഡ് ആണല്ലേ? അതെ, കംപ്ലീറ്റ്ലി ഇന്ത്യൻ മെയ്ഡ് ആണ്. ഇതിന്റെ CB300R ഉണ്ട്, അത് ബേസിക്കലി ഡിഫറെന്റ് എഞ്ചിനാണ്. ഇതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും അങ്ങനെ. അപ്പൊ 300Rഉം 300Fഉം ആണ് രണ്ട് 300cc ആയിട്ട് ഹോണ്ട വിൽക്കുന്നത് അല്ലെ. പിന്നെ 350 ആണ്. പിന്നെ പോകുന്നതൊക്കെ ഹൈ റേഞ്ച് കപ്പാസിറ്റി ഉള്ള ബൈക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ റിവ്യൂലോട്ട് പോകാം അല്ലെ. ഓക്കെ, ഇനി നമുക്ക് വണ്ടിയുടെ ലുക്സിലോട്ട് പോകാം. ഇത് ഫ്രണ്ട് കാണുമ്പോൾ തന്നെ കുറെ ആൾക്കാർ പറയും ഇത് ഹോർനെറ്റിന്റെ ലുക്കാണ്, ഇത് ഹോർനെറ്റ് ആണ്. അങ്ങനെ ഒരിക്കലും പറയരുത്. ഇതിന്റെ സൈഡ് ലുക്ക് റെയർ ലുക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ഹോർനെറ്റ് ആണ്. യെസ്, കുറെ പേർക്ക് സാമ്യം തോന്നുന്നത് വെച്ചാൽ ഈ ഹെഡ്ലൈറ്റും ഈ ഷോവയുടെ സസ്പെൻഷൻ, ഈ ഗോൾഡൻ ഷോവയുടെ ഫോക്സ് കാണുമ്പോഴാണ് ആൾക്കാർക്ക് മെയിൻ ആയിട്ട് ഒരു സാമ്യം തോന്നണം ഹോർനെറ്റ് ആയിട്ട്. ബട്ട് ഹോർനെറ്റ് അല്ല, ഇത് ബേസിക്കലി കുറച്ചുകൂടി ഡിഫറെന്റ് അപ്രോച്ച് ഉള്ള ഒരു വണ്ടിയാണ്. നേക്കഡ് സ്പോർട്സ് തന്നെയാണ്, പക്ഷെ ഹോർനെറ്റ് ആയിട്ട് കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ ഇത് എൻറ്റയർലി ഡിഫറെന്റ് ബൈക്കാണ്. നമുക്ക് സൈഡ് ലുക്കും റെയർ ലുക്കിലേക്കും വരുമ്പോൾ മനസ്സിലാവും ഹോർനെറ്റ് ആയിട്ടുള്ള വ്യത്യാസം. ഹെഡ്ലൈറ്റിന്റെ ത്രോ പറയുകയാണെങ്കിൽ നമ്മൾ ഹില്ലി ഏരിയാസിൽ കുറച്ച് മോശമാണ്. ഇതിന്റെ LED സെറ്റപ്പാണ്, അപ്പോൾ ആ ഒരു ത്രോന് ഒരു കുറവുണ്ട്. പക്ഷെ നമ്മുടെ സിറ്റി യൂസിനും അങ്ങനത്തെ യൂസിനൊക്കെ അത്യാവശ്യം നല്ല ത്രോ ഹെഡ്ലൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഹില്ലി ഏരിയാസിലൊക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ലൊരു ത്രോ ഉള്ളൊരു ഹെഡ്ലൈറ്റ് ആവായിരുന്നു. പക്ഷെ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഹെഡ്ലൈറ്റ് തന്നെയാണ്. ഇൻഡിക്കേറ്റേഴ്സും LED ആണ്, ഹസാർഡ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഡ് ഗാർഡ് ഫൈബർ സെറ്റപ്പാണ്. സസ്പെൻഷൻ പറയുകയാണെങ്കിൽ സ്റ്റിഫർ സൈഡാണ്, അതുകൊണ്ട് തന്നെ ഹാൻഡ്ലിംഗ് നല്ലതാണ്. ഇതിന്റെ സസ്പെൻഷന്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ പോർട്ട് ഹോൾസ് ആടുമ്പോൾ ശരിക്കും ആ സ്റ്റിഫർ നമുക്ക് മനസ്സിലാവും, ശരിക്കും കയ്യിലേക്ക് അത് കിട്ടുന്നുണ്ട്. ആ സ്റ്റിഫർ സൈഡ് ആണ് സസ്പെൻഷൻ. പക്ഷെ നമ്മുടെ സിറ്റി യൂസിനും അങ്ങനത്തെ യൂസിന് വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല. പക്ഷെ ഓഫ് റോഡ് ഒന്നും പോകാൻ പറ്റില്ല ഒബ്വിയസ്ലി. അതുകൊണ്ട് സസ്പെൻഷൻ സ്റ്റിഫർ സൈഡ് കൊടുത്തുകൊണ്ട് ഒരു ഉപകാരം എന്താ വെച്ചാൽ ഞങ്ങൾ അന്ന് ഗ്യാപ്പ് റോഡ് പോയപ്പോൾ ആ ഒരു കോർണേഴ്സ് ഒക്കെ എടുത്തപ്പോൾ വണ്ടി ഭയങ്കരമായിട്ട് ഹാൻഡ്ലിംഗ് ആയിരുന്നു. ആ ചാസി നന്നായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു സ്റ്റിഫർ സൈഡ് സസ്പെൻഷൻ ആയതുകൊണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ടയേഴ്സ് ഫ്രണ്ടിൽ 110 സെക്ഷൻ ടയറാണ് കൊടുത്തിരിക്കുന്നത്. ബ്രേക്സും അത്യാവശ്യം ബൈറ്റ് ഉണ്ട്, അങ്ങനെ നോസ് ഡൈവ് ഒന്നുമില്ല, നല്ല ബ്രേക്സ് ആണ് കൊടുത്തിരിക്കുന്നത്.
നിഷിന്റെ ബ്രേക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ബൈറ്റ് ഉണ്ട്. സഡൻ സ്റ്റോപ്പ് ചെയ്യാനും വണ്ടിക്ക് വെയിറ്റും കൂടി ഇല്ലാത്തതുകൊണ്ട് നല്ല ബ്രേക്കിംഗ് ആണ്. നോസ് ഡൈവ് ഒന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് സൈഡ് ലുക്കിലോട്ട് പോകാം. ഓക്കെ, ഇനി സൈഡ് ലുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ടോട്ടലി ഡിഫറെന്റ് ഫ്രം ഹോർനെറ്റ്. എന്താ വെച്ചാൽ ആ ഒരു സ്റ്റൈലിംഗ് തന്നെ ഡിഫറെന്റ് ആണ്. നല്ല സ്പോർട്ടി ഒരു സെറ്റപ്പാണ് അവർ ആ സ്റ്റൈലിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആ ഒരു 3D ഫീലിൽ ഒരു പീസ് കൊടുത്തിരിക്കുന്നത് നല്ല രസമാണ് ആക്ച്വലി കാണാൻ. ഒരു നമ്മൾ POVയിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു ജയന്റ് ഫീല് നമുക്ക് ആ ടാങ്കിന്റെ അവിടെ നിന്ന് ആ ഫീല് വരുത്താൻ അവർ ഒരു 3D എഫക്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നല്ല സ്പോർട്ടി സ്റ്റൈലിംഗ് ആണ് മൊത്തം വണ്ടി കൊടുത്തിരിക്കുന്നത്. ഇവിടെ CB300Fന്റെ ഇത് കാണാം, നമുക്ക് ലോഗോ കാണാം. പിന്നെ ഇവിടെ ആ ഒരു ഷാർപ്പ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു സ്പോർട്ടി ഫീൽ കൊണ്ടുവരാനാണ് അവർ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. പിന്നെ എൻജിൻ സൈഡ് ഇവിടെ കാണാം. ഓക്കെ, എൻജിൻ പറയുകയാണെങ്കിൽ ഇത് 298cc എയർ ആൻഡ് ഓയിൽ കൂൾഡ് എൻജിനാണ്. സ്പെക്ക് പറയുകയാണെങ്കിൽ 24.9 PS 26 Nm ടോർക്കുമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ആക്ച്വലി എല്ലാവരും പറഞ്ഞിരുന്നത് എന്താ വെച്ചാൽ ഈ എൻജിന് വൈബ്രേഷൻ ഉണ്ടെന്ന്. യെസ്, വൈബ്രേഷൻ ഉണ്ട്. ഹാൻഡിൽ ബാറിലും ഫുഡ് പെക്സിലും നമുക്ക് ഒരു 3K 4K RPM കഴിയുമ്പോൾ നല്ല വൈബ്സ് വരുന്നുണ്ട്. വൈബ്രേഷൻ ഉണ്ട്, ബട്ട് എൻജിൻ ഭയങ്കര റെവ് ഹാപ്പി എൻജിനാണ്. നല്ല പവറാണ് വണ്ടിക്ക്. ലൈക്ക് എല്ലാ റെവ് റേഞ്ചിലും വണ്ടിക്ക് നല്ല അത്യാവശ്യം പവറാണ്. ടോപ്പ് എൻഡിലേക്ക് ഒരു 120 കഴിഞ്ഞാൽ ക്ലൈംബിംഗ് ആയിരിക്കും. അതാണ് ആ എൻജിനിൽ ഒരു ചെറിയൊരു ഡ്രോബാക്ക് പറയുന്നത്. മിഡും ലോ എൻഡ് ഭയങ്കര പവറാണ് ഈ വണ്ടിക്ക്. അത് ഒന്നാമത് ലൈറ്റ് വെയിറ്റും കൂടി ആയതുകൊണ്ട് വണ്ടി ഭയങ്കര ത്രോട്ടിൽ ഫ്രണ്ട്ലി ആണ് വണ്ടി. പിന്നെ ഹീറ്റിംഗ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഹീറ്റിംഗ് ചെറിയൊരു വാംനെസ് ഉണ്ട് വണ്ടിക്ക്. ട്രാഫിക്കിലൊക്കെ നമ്മൾ പോകുമ്പോൾ കുറച്ചുകൂടി വാം ആവും. ഇതിനെ കോമ്പീറ്റ് ചെയ്യണ ജിക്സർ നോക്കുമ്പോൾ ഹീറ്റിംഗ് ഇതിനുണ്ട്. ജിക്സറിന് പിന്നെ ഹീറ്റിംഗ് പറഞ്ഞ സാധനം ഞാൻ കണ്ടിട്ടില്ല. എന്താ വെച്ചാൽ അത് ഭയങ്കര സുസൂക്കിയുടെ ഒരു സെറ്റപ്പാണ് ആ ഓയിൽ കൂൾഡ്. അതിൻ്റെ ലെവലില്ലെങ്കിലും ഇതിന് അത്യാവശ്യം കൂളിംഗ് വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്രേക്സിൻ്റെ ഇവിടെ നമുക്ക് കാണാം. ബാക്ക് ബ്രേക്കിൻ്റെ ലിവർ ഭയങ്കര സ്മോളാണ്. വലിയ എന്താ പറയുക, കാലൊക്കെ ഉള്ളവർക്ക് കുറച്ച് ടാസ്ക് ആയിരിക്കും. എന്താ വെച്ചാൽ ഇതിൻ്റെ ബ്രേക്ക് ലിവർ ഭയങ്കര സ്മോൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പെക്സ് കൊടുത്തതിന് കുറച്ചുകൂടി റെയർ സെറ്റപ്പാണ്. നമുക്ക് ആ ഒരു സ്പോർട്ടി ഫീൽ കൊണ്ടുവരാൻ. ഇതൊരു സ്പോർട്ടി നേക്കഡ് ബൈക്ക് ആണല്ലോ, അപ്പോൾ അതിൻ്റെ ആംഗിളും അങ്ങനെയാണ്. പിന്നെ എക്സോസ്റ്റ് ഇവിടെ കാണാം. ഇത് സിംഗിൾ എക്സോസ്റ്റ് ആണ്. അപ്പോൾ ഇതിൽ അങ്ങനെ ഡബിൾ എക്സോസ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല, സിംഗിൾ എക്സോസ്റ്റ് സെറ്റപ്പാണ്. നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം അല്ലേ. സിംഗിൾ ടൈപ്പ് എക്സോസ്റ്റ് നോട്ടാണ്, ഒന്ന് കേട്ട് നോക്കാം. ഫ്യൂൽ ഇഞ്ചക്ഷൻ ഓണാണ്, സൗണ്ട് കേൾക്കാം. നല്ല സൗണ്ടാണ് ആക്ച്വലി. ഒരു ചെറിയൊരു പൊട്ടലൊക്കെ ഉണ്ട്. നല്ല സ്വീറ്റ് സൗണ്ടാണ്. അങ്ങനെ ഒരു ഭയങ്കര റെവിങ് സൗണ്ട് അല്ലെങ്കിലും അത്യാവശ്യം നല്ല സൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആ പീസ് ഇവിടെ ഒരെണ്ണം പോയിട്ടുണ്ട്. സീറ്റ് പറയുകയാണെങ്കിൽ കുറച്ച് സ്റ്റിഫർ സൈഡാണ് സീറ്റ്. ഇതിന് ആക്സസറി ആയിട്ട് ഹോണ്ട ഒരു സോഫ്റ്റ് സീറ്റ് കൊടുക്കുന്നുണ്ട്. ഈ സിറ്റി യൂസിനൊക്കെ ഈ അത്യാവശ്യം നല്ലതാണ്, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു ലോങ് റൈഡ് പോകുമ്പോൾ ബാക്ക് പെയിൻ വരുന്ന കേസസ് ഞാൻ കേട്ടിട്ടുണ്ട്. ടാങ്ക് പറയുകയാണെങ്കിൽ 14.1 ലിറ്റർ ടാങ്കാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം റേഞ്ച് ഉണ്ട് വണ്ടിക്ക്. ഇവിടെ നമുക്ക് ഞങ്ങളന്ന് മൂന്നാർ പോയപ്പോൾ ഏകദേശം ഒരു 35 മൈലേജ് കിട്ടിയായിരുന്നു. ഇതിന് ഹൈവേയിൽ 38 കിട്ടും, സിറ്റി യൂസിൽ 34-35 ആ റേഞ്ചൊക്കെ കിട്ടും. ഈവൻ ഹൈ ട്രാഫിക്കിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഒരു പ്രാവശ്യം 33-32 ഒക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇൻഫോർടൈൻമെന്റ് കാണാം അല്ലേ. നമുക്ക് ഇതിൽ നിന്ന് ഇരുന്ന് നോക്കാം. ഇരിക്കുന്നത് തന്നെ നമ്മൾ കുറച്ച് നല്ല സ്പോർട്ടി ഫീലാണ് നിൽക്കണം. ഫുഡ് പെഗ് കുറച്ച് റെയർ സെറ്റാണ്. അതൊരു POV നല്ല ഭംഗിയാട്ടോ വണ്ടി. ചിലവർ റിപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ കുറച്ചുകൂടി ഹാൻഡിലിൽ റേസ്ഡ് ആയാൽ കുറച്ചുകൂടി കംഫർട്ടായിരിക്കും ലോങ് ഡ്രൈവിൽ പറയുന്നുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കാം. LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. ഈ കൺട്രോൾസ് എന്തിനാണെന്ന് വെച്ചാൽ ഹോണ്ടയുടെ ആപ്പ് ഉണ്ട്. ആ ആപ്പായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആയിട്ട് കണക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് മാപ്സും ഇതൊക്കെ ഒരു അലേർട്ട് വരാൻ വേണ്ടിയിട്ട് കോൾസിൻ്റെ ഒക്കെ അലേർട്ട് ഇതിൽ കാണിക്കും. അപ്പോൾ അതിനൊക്കെയുള്ള വേണ്ടിയിട്ടുള്ള കൺട്രോളാണ്. അതൊക്കെ നമുക്ക് ബഡ്സിലാണ് അല്ലെങ്കിൽ ഇയർഫോൺ വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുക. ക്ലച്ച് ഭയങ്കര ലൈറ്റാണ്, ഭയങ്കര ലൈറ്റസ്റ്റ് ക്ലച്ച്. ഹോണ്ടയുടെ മിക്ക ബൈക്സിനും നമ്മൾ കണ്ടിട്ടുണ്ട് ക്ലച്ച് ഭയങ്കര ലൈറ്റ് ആയിരിക്കും. ഇതിൻ്റെ ഭയങ്കര ലൈറ്റാണ്. അവിടെ സിറ്റി യൂസിലൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ് ലൈറ്റ് ക്ലച്ച് ആയതുകൊണ്ട്. പിന്നെ സ്ലിപ്പർ ക്ലച്ച് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നല്ലൊരു യൂസ്ഫുൾ ഫീച്ചറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഗിയറിൻ്റെ ഇത് കാണാം. ഇവിടെ നമുക്ക് ഗിയേഴ്സിൻ്റെ ന്യൂട്രൽ ഇവിടെ കാണിക്കും, ഇവിടെ ഫസ്റ്റ് ഗിയറും കാണിക്കും. ഇത് പറയുകയാണെങ്കിൽ ഗിയർ ബോക്സ് നല്ല ഗിയർ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. 6 സ്പീഡിൻ്റെ ഗിയർ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഷിഫ്റ്റിംഗ് ആണ് വണ്ടിയുടെ ഗിയർ ബോക്സ്. പിന്നെ ഇവിടെ കിൽ സ്വിച്ച് കാണാം. ഇവിടെ ഹസാർഡിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഇഗ്നിഷൻ്റെ കൊടുത്തിരിക്കുന്നത്. ത്രോട്ടിലും അത്യാവശ്യം നല്ല സ്മൂത്താണ് ആക്സിലേറ്റർ കൊടുത്തിരിക്കുന്നത്. ഓവറോൾ കാണാൻ നല്ല രസമാണ്. റൈഡിങ് സൈഡ്
അത്യാവശ്യം ഓക്കെയാണ്. നമുക്ക് പില്ലിയന്റെ കംഫർട്ട് നോക്കാം. നമുക്ക് ഈ ബൈക്കിന്റെ ഓണറിനെ വിളിക്കാം. സഞ്ജയ് വാ. സഞ്ജയ് എങ്ങനെയുണ്ട്? സീറ്റിംഗ് ആണ്, കുഴപ്പമില്ല. സീറ്റിംഗ് ആണ്. എനിക്ക് കാലിന് നീളം ഉള്ളതുകൊണ്ട് എനിക്ക് ഇച്ചിരി ഡിസ്കംഫേർട്ട് ആണ്. ലൈക്ക് സീറ്റിംഗ് ആണെങ്കിലും സ്പേസ് ഉണ്ട്, ഇരിക്കാൻ നല്ല സ്പേസ് ഉണ്ട്. പിന്നെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് പിടിച്ചിട്ടില്ലെങ്കിൽ ആള് തീപടിയാവും. ഓക്കെ, അപ്പൊ പില്ലിയൻ കംഫർട്ട് കുറച്ച് മോശമാണ് ഈ വണ്ടിയുടെ. നീളമുള്ളവർക്ക് ഭയങ്കര പാടാണ്. സ്റ്റിഫർ സൈഡ് ആണ് പില്ലിയൻ സൈഡ്. ഇത് ആക്ച്വലി പറയുകയാണെങ്കിൽ ഇത് സിംഗിൾ റൈഡിങ് സെറ്റപ്പ് ആണ് ഏറ്റവും നല്ലത്. പില്ലിയൻ എന്ന് വെച്ചാൽ ലൈക്ക് അധികം ടോളായ ആൾക്കാർക്ക് എന്തായാലും ഇരിക്കാൻ പറ്റില്ല. ചെറിയ ചെറിയ റൈഡ്സിനൊക്കെ പില്ലിയൻ കംഫർട്ടായിരിക്കും. ലോങ് റൈഡ്സിന് കുറച്ച് മോശം തന്നെയാണ്. ഇനി നമുക്ക് റെയർ ലുക്ക് പറയാം അല്ലേ. റെയർ ലുക്ക് നോക്കുമ്പോൾ ടെയിൽ ലൈറ്റ് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. ഇത് ഫുൾ ഒരു ഇലുമിനേഷൻ നല്ല ഭംഗിയാണ്. LED സെറ്റപ്പാണ് കൊടുക്കുന്നത്. നല്ലൊരു ഡിഫറെൻറ്റ് രീതിയിലാണ് അവർ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ടെയിൽ ലൈറ്റ്. പിന്നെ ഗ്രാബ് ഹാൻഡിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സാരി ഗാർഡിൻ്റെ ഡിസൈനാണ്. അത് നമുക്ക് MVD ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അത് ഊരാനും പറ്റില്ല. അതുകൊണ്ട് അത് പിന്നെ മിക്ക ബൈക്സിൽ സാരി ഗാർഡ് ഒരു ഇഷ്യൂ തന്നെയാണ് ലുക്സിൽ. പിന്നെ ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഇൻഡിക്കേറ്റേഴ്സ് LED സെറ്റപ്പാണ്. ഇവിടെ ആ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ ഭാഗം അതൊരു ഇൻ്റഗ്രേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ടയേഴ്സ് പറയുകയാണെങ്കിൽ 150 സെക്ഷൻ ടയേഴ്സാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ബാക്കിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയാണ് ആ ടയേഴ്സിൻ്റെ സൈസ്. ഇതിൻ്റെ MRF ടയേഴ്സാണ് സ്റ്റോക്കിൽ വരുന്നത്. അത് അത്ര നല്ലൊരു ടയറായിട്ട് പറയാൻ പറ്റില്ല. ഇത് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് നല്ലതാണ്. പിറലിയുടെയും മിഷലിൻ്റെ ടയേഴ്സ് ഇട്ടാൽ അത്രയും നല്ലതായിരിക്കും. ഈ ടയേഴ്സ് അത്ര ഹോൾഡ് ചെയ്യുന്നില്ല, കുറച്ച് ഗ്രിപ്പ് കുറവാണ് ഈ സ്റ്റോക്ക് ടയേഴ്സിന്. പിന്നെ ഹോണ്ട കൊടുത്തിരിക്കുന്ന മെയിൻ ഫീച്ചേഴ്സാണ് ട്രാക്ഷൻ കൺട്രോളും HSTC എന്ന് പറഞ്ഞാൽ ഹോണ്ട സെലക്റ്റബിൾ ടോർക്ക് കൺട്രോൾ എന്നാണ് പറയുക. അത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ ഒരു ട്രാക്ഷൻ ഇല്ലാത്ത സ്ഥലത്ത് ഒരു ത്രോട്ടിൽ ഒരു ഫുൾ കൊടുത്തിട്ട് എടുത്താലും വണ്ടിയിൽ ഇങ്ങനെ മിസ്സിങ് കാണിക്കും. ആ മിസ്സിങ് കാണിക്കണം എന്താ വെച്ചാൽ ആ ഒരു ഇതാണ് ടോർക്ക് കൺട്രോൾ ചെയ്യണം. ആ ഒരു മിസ്സിങ് കാണിച്ചിട്ടാണ് അതിൻ്റെ ഒരു നമുക്കൊരു ഇത് കാണിക്കാം, ഒരു സാമ്പിൾ കാണിക്കാം എന്തായാലും. ഇനി നമുക്ക് ഇതിൻ്റെ റൈഡ് റിവ്യൂ പറയും മുസ്തഫ. സോ ഗൈസ്, നമുക്ക് ഹോണ്ട CB300Fന്റെ റൈഡ് റിവ്യൂയിലേക്ക് കടക്കാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ടിപ്പിക്കൽ ഹോണ്ട ബൈക്സിൻ്റെ ഒക്കെ ഒരു റിഫൈൻമെൻറ്റും ആ ഒരു സൗണ്ടും നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെ കംഫർട്ടിനെ പറ്റി പറയാം. എൻ്റെ ഒരു ഹൈറ്റ് വന്നിട്ട് 5'10" ആണ്. ഈ ഒരു 788 mm ഹൈറ്റുള്ള സീറ്റിൽ കയറി ഇരിക്കുമ്പോൾ പോലും നല്ല രീതിയിൽ കംഫർട്ടബിളായിട്ട് കയറിയിരുന്ന് നമുക്ക് ആ ഒരു ടാങ്കിനൊക്കെ ഹഗ് ചെയ്ത് ആ ഒരു ബൈക്കായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഒരു 90 ഡിഗ്രി പോസ്റ്ററിലാണ് എൻ്റെ നടുവിരിക്കുന്നത്. നല്ല കംഫർട്ടബിളായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ഇരുന്ന് ട്രാവൽ ചെയ്യാൻ കഴിയും. ഈവൻ ഹാൻഡിൽ ബാസിൻ്റെ റീച്ച് ആയാലും അത്ര ദൂരെയൊന്നുമല്ല. പിന്നെ നമുക്ക് കൺവീനിയൻസിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സ്വിച്ച് ഗിയേഴ്സും എല്ലാ പ്ലേസ്മെൻറ്റ്സും എല്ലാം അടുത്താണ് കിട്ടുന്നത്. പിന്നെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് വേണമല്ലോ. ഈ ഹോണ്ട അതിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഈ ഒരു ഹോണിൻ്റെയും ഇൻഡിക്കേറ്ററിൻ്റെയും പ്ലേസ്മെൻറ്റ്സ് താഴെ മേളിലായിട്ട് കൊടുത്തിരിക്കുന്നത്. അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ സ്വിച്ച് കൺട്രോൾസും എല്ലാം നമുക്ക് റീച്ചബിൾ ആണ്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു റൈഡ് ഒരു 80 കയറുന്നത് പോലെ എന്ത് സ്മൂത്തായിട്ടാണെന്ന് നമുക്ക് ഇതിൽ കാണാൻ കഴിയും. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ബൈക്കിൻ്റെ ഒരു ലോ എൻഡും മിഡ് എൻഡുമാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു പോയിന്റ്. ഇതിൻ്റെ ടോപ്പിൻ്റെ അത്ര സ്ട്രോങ് അല്ല കമ്പയർ ടു ദി കോമ്പറ്റീഷൻ ജിക്സർ 250. ജിക്സറിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിന് ലോ എൻഡ് ആവട്ടെ മിഡ് എൻഡ് ആവട്ടെ ഹൈ എൻഡ് ആവട്ടെ എല്ലാം നല്ല പഞ്ചിയാണ്, നല്ല സ്ട്രോങ് ഫുള്ള് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിലേക്ക് വരുമ്പോൾ ലോ എൻഡും മിഡ് എൻഡും മാത്രമാണ് നമുക്ക് ആ ഒരു പഞ്ച് ഫീൽ ചെയ്യുന്നത്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഈവൻ ആ ഒരു 80 ക്രൂസ് ചെയ്തെടുത്ത ടൈമിൽ പോലും നമുക്ക് റിഫൈൻമെൻറ്റോ ഒരു വൈബ്രേഷൻ്റെ ഒരു ലെവൽസോ ഒന്നും അത്ര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. വളരെ കംഫർട്ടബിൾ ആയിരുന്നു, അത്രയും സൈലൻ്റ് ആയിരുന്നു എൻജിൻ. നമ്മൾ റെവ് ചെയ്യുമ്പോഴുള്ള ഒരു നോട്ട് മാത്രം എൻജിനിൽ നിന്ന് കേൾക്കാനുള്ളൂ. സസ്പെൻഷൻ്റെ കംഫർട്ട് പറയുകയാണെങ്കിൽ കുറച്ച് സ്റ്റിഫറാണ്. അത് ആക്ച്വലി നമുക്ക് കോർണർ ചെയ്യുന്ന ടൈമിലേക്ക് ഭയങ്കരമായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഈവൻ ആ റിയറിലൊരു 150 സെക്ഷൻ ടയറായാലും അതിൻ്റെ ഗ്രിപ്പായാലും എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ ഒരു നൈറ്റ് ഡ്രൈവ് ടൈമിൽ എനിക്ക് ഒരു നെഗറ്റീവ് തോന്നിയൊരു കാര്യമായിരുന്നു ഇതിൻ്റെ ഇല്ലുമിനേഷൻ കുറച്ച് കുറവായിരുന്നു. ഈവൻ ആ ഒരു ക്ലസ്റ്ററിലായാൽ പോലും
കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവരാമെന്ന് എനിക്ക് തോന്നിയൊരു പോയിന്റ് ആയിരുന്നു അത്. ഇതിന്റെ ഫ്യൂൽ കപ്പാസിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ 14 ലിറ്ററിന്റെ ടാങ്കിൽ ഈസിലി നമുക്കൊരു ഫുൾ ടാങ്കിൽ 500 കിലോമീറ്റേഴ്സ് വരെയൊക്കെ റൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് സിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ എനിക്കിതൊരു അഡ്വാൻറ്റേജ് കണ്ടത്. വളരെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ടും സ്ലീക്ക് ആയതുകൊണ്ടും നമുക്കത് സിറ്റിയിൽ റൈഡ് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഫ്ലിക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഈവൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയും, ഇപ്പോൾ നമുക്ക് ആ ഒരു ഡിവൈഡറിന്റെ പോർഷൻ വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഏത് ആംഗിളിൽ വേണമെങ്കിലും ടേൺ ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ഒക്കെ എടുക്കാനായിട്ട് നമുക്ക് നല്ല ഈസി ആയിട്ട് കഴിയും. ആ ഒരു ലൈറ്റ് വെയ്റ്റിന് ബിഗ് താങ്ക്സ്. സോ നമുക്കിതിൻ്റെ പവർ ഡെലിവറി ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 30-32 km/h സ്പീഡിലാണ് നമ്മൾ പോകുന്നത്. ഒരു ബിയോണ്ട് 5000 RPM മാത്രമാണ് നമുക്ക് ആ ടാങ്കിന്റെ സൈഡിൽ നിന്നൊക്കെ ചെറിയൊരു രീതിയിലായ പോലെ ഒരു വൈബ്സ് കിട്ടുന്നത്. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. പിന്നെ പറയേണ്ട ഒരു കാര്യമാണ് ഇതിന്റെ ഒരു ഹീറ്റിങ്. അത്യാവശ്യം ചെറുതായിട്ടൊന്ന് ഹീറ്റപ്പ് ആവും നമ്മളൊരു 50 കിലോമീറ്റർ ഒക്കെ ഒന്ന് ഓടിച്ചു കഴിയുമ്പോഴത്തേക്കും. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ബ്രേക്സ് ഡ്യുവൽ ABS ആണ് വരുന്നത്, ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്സ് ആണ്. ബൈക്കിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വിക്കായിട്ട് നമുക്കൊന്ന് ഇടയ്ക്ക്. സോ നമുക്കിതിന്റെ ഒരു ടിപ്പിക്കൽ ഇന്ത്യൻസിന് സ്ഥിരമായി വരുന്ന ഒരു ക്വസ്റ്റ്യനെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. മൈലേജ് സിറ്റിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്വീൻ 30 and 35 km/L ആണ് നമുക്ക് അവകാശപ്പെടുന്നത് കമ്പനി. ഇൻ റിയൽ ലൈഫ് അത് കിട്ടുന്നുമുണ്ട്. ഹൈവേസിലേക്ക് പറയുകയാണെങ്കിൽ നമുക്കൊരു 40 വരെയൊക്കെ ഈസിലി സ്ട്രെച്ച് ചെയ്യാൻ കഴിയും, ഡിപ്പെൻഡിങ് upon ദ ഡ്രൈവിംഗ് സ്റ്റൈൽ. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പ്രൈസിങ് 2.10 2,10,000 രൂപയായിരുന്നു ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസിങ്ങിൻ്റെ ഫ്രണ്ട് എടുത്തപ്പോൾ വന്നത്. ആദ്യമേ തന്നെ ഈ ഒരു ബൈക്ക് ഇറങ്ങിയപ്പോൾ ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആയിരുന്നു. 2.5 ആ ഒരു റേഞ്ച് വരെയൊക്കെ പോയൊരു കാലം ഉണ്ടായിരുന്നു ഈ ബൈക്കിന്. പിന്നെ ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനെ പറ്റി എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡ്യൂക്ക് 200, ജിക്സർ SF250, RTR 200 4V അങ്ങനെ ഉള്ള ബൈക്സൊക്കെയാണ്. സോ അത്രയൊക്കെ തന്നെയായിരുന്നു ഈ ഒരു ഹോണ്ട CB300Fന്റെ റിവ്യൂ. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദ വീഡിയോ. ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് അവർ വീഡിയോസ്. ഇനിയും രസകരമായ വീഡിയോസ് വരുന്നത് വരെ സ്റ്റേ ട്യൂൺ ടു അവർ ചാനൽ. ടിൽ ദെൻ ബൈ.